ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ഈസി ആയിട്ട് തക്കാളി ഒന്നും ചേർക്കാതെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സോയ ചങ്ക്സ് മസാല റെസിപ്പിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു നെയ്ച്ചോറും കൂടി തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സോയ ചങ്ക്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിലേക്ക് ഒരു കപ്പ് സോയ ചങ്ക്സ് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്ത് വെള്ളമൊക്കെ നല്ലപോലെ പിഴിഞ്ഞ് കളഞ്ഞിട്ട് അതിലേക്ക് ഒരു സ്പൂൺ കോൺഫ്ലവർ, പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയും കാര്യങ്ങൾ ചേർക്കുക. പിന്നെ 1-2 സ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് പിടിപ്പിക്കാം. ഇത് ഒരു 5 മിനിറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി കുറച്ച് നേരം വെക്കാം. നമുക്ക് സോയ ചങ്ക്സ് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് ബോൾസ് ഇതിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അത്യാവശ്യം നന്നായി തന്നെ ഫ്രൈ ചെയ്തോട്ടെ, കാരണം നമ്മൾ ഗ്രേവിയുള്ള ഒരു കറിയിലേക്ക് ഇടുമ്പോൾ ഓൾറെഡി അത് ഗ്രേവിയൊക്കെ കയറി നല്ലപോലെ സോഫ്റ്റ് ആയിക്കോളും. അപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ട് തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ സോയ ചങ്ക്സിന് ഒന്നും കൂടി നല്ല കളർ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളറിൻ്റെ റെഡ് ഒരല്പം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കളറൊന്നും ചേർത്തിട്ടില്ല. കളർ ചേർത്താൽ കുറച്ചും കൂടി നല്ല അട്രാക്ഷൻ ആയിരിക്കും. അതുപോലെ തന്നെ സോയ ചങ്ക്സിൻ്റെ തന്നെ ചെറിയ ബോൾസ് ആയാലും യൂസ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ വലിയ ബോൾസ് കട്ട് ചെയ്യാതെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്തോ അല്ലാതെ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ചങ്ക്സ് നല്ലപോലെ ഒന്ന് ഡീപ്പ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഈ എണ്ണ മാറ്റേണ്ട കാര്യമില്ല, നമുക്ക് ഈ എണ്ണയിൽ തന്നെയാണ് ബാക്കിയുള്ളതിൻ്റെ ഗ്രേവിയും കൂടി തയ്യാറാക്കേണ്ടത്. അപ്പോൾ സോയ ചങ്ക്സ് ഫ്രൈ ചെയ്ത ഇതേ ഓയിലിലേക്ക് തന്നെ നമുക്ക് ഒരു വലിയ പൊട്ടാറ്റോ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഈ എണ്ണയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഓവറായിട്ട് ഫ്രൈ ചെയ്യേണ്ട, അത്യാവശ്യം ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ബോയിൽ ചെയ്ത് ചേർക്കണേക്കാളും കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും പൊട്ടാറ്റോ ഫ്രൈ ചെയ്തിട്ട് കറി വെക്കണത്. ഈ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ തന്നെ കുറച്ച് സോൾട്ടും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പൊട്ടാറ്റോമിൽ നന്നായി പിടിച്ചോളും. അപ്പം ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജിൽ തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു നെയ്ച്ചോറ് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു കുക്കർ വെക്കുക, അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലോ നെയ്യോ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. കുക്കർ അടയ്ക്കാൻ നേരത്താണ് നെയ്യ് ചേർക്കുന്നത്. അപ്പം ഈ ഓയിലിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുരുമുളകും, അതുപോലെ തന്നെ 2 കഷ്ണം പട്ട, ഒരു 3 പീസ് കരയാമ്പൂ, 2 ഏലക്ക, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് അരി വൈറ്റ് റൈസ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യണ പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു ഓയിലിൽ റൈസിനൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഇളക്കുമ്പോഴേക്കും നമ്മുടെ അരി നല്ലപോലെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി എത്ര കപ്പാണോ നമ്മൾ അരി എടുത്തിട്ടുള്ളത് അതിൻ്റെ ഡബിള് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ 4 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചിലവരുടെ കുക്കർ അനുസരിച്ച് പെട്ടെന്ന് വേവുമ്പോഴാണെങ്കിലും ഇരട്ടി ചേർത്ത് കൊടുക്കേണ്ട. അതിനൊരു 1/2 കപ്പ് കുറയ്ക്കുക. അതായത് 2 കപ്പ് എടുക്കണേന് 3.5 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതിയാവും. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക, നല്ലതുപോലെ ഇളക്കുക. എന്നിട്ട് ഞാൻ നെയ്യ് ചേർക്കണ സ്റ്റെപ്പ് ആഡ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പം നെയ്യും കൂടി ചേർക്കാം. എന്നിട്ട് കുക്കർ ക്ലോസ് ചെയ്ത് 1-2 വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ റൈസ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഇവിടെ പൊട്ടാറ്റോ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 2 മീഡിയം സൈസ് സവാള നൈസായിട്ട് അരിഞ്ഞത് അതിൽ കൂടെ തന്നെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സവാള അത്യാവശ്യം വഴണ്ട് വരണം, അതുവരെ നമുക്ക് ഇളക്കാം. ഇനി അതിലേക്ക് 2-3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ
ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്തതെല്ലാതും നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി, ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ എരിവിന് ആവശ്യത്തിന് 1/2 സ്പൂണോ 3/4 സ്പൂണോ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എന്തോരം ഗ്രേവിയാണോ ആവശ്യമായിട്ട് വരുന്നത് അത്രയും വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നല്ലൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരുപാട് ഗ്രേവി ഞാൻ ആക്കണില്ല. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുറുക്കി എടുക്കാം. അപ്പോൾ ഈ ടൈമിലൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് പോരായിട്ടുണ്ടെങ്കിൽ ഒരു അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ മസാലയിൽ കൂടെ ഈ ചങ്ക്സ് എല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ നല്ലപോലെ നമ്മൾ ഡ്രൈ ആക്കി ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ടെക്സ്ചർ മാറിക്കോളും. അപ്പോൾ നന്നായി ഫ്രൈ ചെയ്താലും ഈ മസാലക്കൂട്ടിലൊന്ന് ജസ്റ്റ് നമ്മൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിക്കോളും ചങ്ക്സ് ബോൾസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചങ്ക്സ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തക്കാളി ഒന്നും ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് നല്ല ഒരു ചങ്ക്സ് മസാല ഇതേപോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാനും അതുപോലെ ഇതേപോലെ എന്തെങ്കിലും നെയ്ച്ചോറോ അല്ലെങ്കിൽ എന്തെങ്കിലും റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് കറി ഒന്ന് സെർവ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നല്ല ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നെയ്ച്ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ കറി ഒന്ന് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരല്പം മല്ലിയില എല്ലാവിടെയും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ പണി. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചങ്ക്സ് മസാലയും അതുപോലെ തന്നെ ഗീ റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.